Come, let us adore him. St. Matthew chapter 2, verse 11. And going into the house, they saw the child with Mary, his mother, and they fell down and worshipped him. Then opening their treasures, they offered him gifts, gold and frankincense and myrrh. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. Upon entering the house, the wise men saw not a mighty ruler seated on a throne, but a small child in the humble arms of his mother. Yet they fell to their knees and worshipped him, offering their treasures of gold, frankincense and myrrh. വിദ്വാൻമാർ ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ സിംഹാസനത്തിന്മേൽ ഇരിക്കുന്ന ഒരു രാജാവിനെ അല്ല, പിന്നെയോ അമ്മയുടെ കരങ്ങളിൽ ഇരിക്കുന്ന ഒരു ശിശുവിനെയാണ് അവർ കണ്ടത്. ശിശുവായിരുന്നിട്ടും അവർ അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് സ്വർണവും കുന്തിരിക്കവും മൂരും കാഴ്ചയായി സമർപ്പിച്ചു. Their actions declare a truth that transcends time. Christ alone is worthy of our adoration. നമ്മുടെ ആരാധനയുടെ ലക്ഷ്യം മുഴുവൻ ക്രിസ്തു മാത്രം ആയിരിക്കണം. But adoration is not mere words or rituals. യഥാർത്ഥ ആരാധന വാക്കുകൾ മാത്രമല്ല, ചില കർമ്മ അനുഷ്ഠാനങ്ങൾ, ആചാര അനുഷ്ഠാനങ്ങൾ മാത്രമല്ല. To adore him means to surrender our hearts, to lay down our pride, and to recognize that the source of our joy, peace and life is found in Christ alone. യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ പരിപൂർണമായി ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോഴാണ്, നമ്മുടെ അഹന്തയെ വെടിയുമ്പോഴാണ്, നമ്മുടെ ആനന്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ജീവൻ്റെയും ഉറവിടം ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ആരാധന. Saint Ephraim the Syrian writes, quote, "The Magi saw the child and marveled. They beheld heaven and earth united in him. In humble adoration they bowed, for in him was the fullness of divinity revealed in the frailty of humanity." End quote. സിറിയയിലെ പരിശുദ്ധനായ മോർ എഫ്രേം ഇപ്രകാരം പാടുന്നു: വിദ്വാൻമാർ പൈതലിനെ കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു, കാരണം പൈതലിൽ സ്വർഗവും ഭൂമിയും സംഗമിക്കുന്നത് അവർ കണ്ടു. അവർ താഴ്മയോടെ അവനെ ആരാധിച്ചു, അവർ വണങ്ങി. O Lord Jesus Christ, teach us to follow the example of the Magi, seeking you with all our hearts and worshipping you with our lives. പരിപൂർണ ഹൃദയത്തോടെ അങ്ങേ ആരാധിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. Help us to lay down our treasures and distractions, offering you the gift of our adoration. ഞങ്ങൾക്ക് കാഴ്ചയായി നൽകുവാനുള്ളത് ഞങ്ങളുടെ ആരാധന മാത്രമാണ്. May we bow before you in humility and joy, proclaiming, "Come, let us adore him." Amen. താഴ്മയോടെ അങ്ങേ നമസ്കരിച്ച് ആനന്ദത്തോടെ ഞങ്ങളും പ്രഖ്യാപിക്കുന്നു, വരുവിൻ, അവനെ നമുക്ക് ആരാധിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.